വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അപ്പോൾ ഒരുപാട് നാളായിട്ട് നമ്മൾ വീഡിയോസും കാര്യങ്ങളും ഒന്നും അപ്ലോഡ് ചെയ്യാറില്ല. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്കിൻ കെയർ തന്നെ ഒരുപാട് നാളായിട്ട് ഞാനൊന്നും ചെയ്യാറുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് വീഡിയോസും ചെയ്യാതിരുന്നത്. ഇപ്പോൾ ഒരു 1.5 വർഷമായി എന്ന് തന്നെ പറയാം. അങ്ങനെയുള്ള കുറേ എന്താ പറയുക, ഒരുപാടായിട്ട് സ്കിന്ന് നോക്കുകയോ കെയറിങ്ങും കാര്യങ്ങളും ചെയ്യുകയോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്കറിയാം, അത്യാവശ്യം സ്കിൻ കെയർ ചെയ്യുന്ന ആൾക്കാർക്കറിയാം, നമ്മൾ ഒരുപാട് നാൾ സ്കിൻ കെയർ ചെയ്തിട്ട് വീണ്ടും അത് സ്റ്റോപ്പ് ചെയ്തൊക്കെ വരുമ്പോഴേക്കും പെട്ടെന്ന് നമ്മുടെ സ്കിന്ന് ഡള്ളായി സ്കിന്നിൽ കുറേ ഇഷ്യൂസൊക്കെ വരും. സോ അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ എൻ്റെ സ്കിന്നിൽ വന്ന് തുടങ്ങി. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ കുറച്ച് സമയം കണ്ടെത്തിയിട്ടാണെങ്കിലും, സമയത്തിൻ്റെ പ്രശ്നമായിരുന്നു മെയിനായിട്ട് എനിക്കുള്ള ഇഷ്യൂ എന്ന് പറഞ്ഞാൽ. കാരണം നൈറ്റ് ഷിഫ്റ്റാണ് വർക്ക് ചെയ്യുന്നത്. സോ വന്ന് കിടന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ വീണ്ടും ഡ്യൂട്ടിക്ക് പോകാനുള്ള സമയമാവും. അപ്പം അതുകൊണ്ട് തന്നെ സ്കിൻ കെയറിന് സ്പെഷ്യലായിട്ടൊരു സമയം കൊടുക്കാനുള്ള ഒരു സിറ്റുവേഷനിലായിരുന്നില്ല. പക്ഷേ ഇപ്പം സ്കിന്ന് വീണ്ടും ഡള്ളായി തുടങ്ങിക്കഴിഞ്ഞപ്പം എന്തായാലും സ്കിൻ കെയർ ചെയ്തേ പറ്റുള്ളൂ. സോ ഇപ്പോൾ കുറച്ച് നാളിന് ശേഷം ഞാൻ ഫസ്റ്റ് ടൈം ചെയ്തത്, നമ്മുടെ എല്ലാവർക്കും അറിയുന്നതാണ്, യൂട്യൂബ് നീല ലൈഫ് സ്റ്റൈൽ മലയാളം എന്ന് പറയുന്നതിൽ ചേച്ചി ഇപ്പം ഓണം സ്പെഷ്യലായിട്ട് കുറച്ച് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതിൽ കഴിഞ്ഞ ദിവസം കണ്ട ഒരു വീഡിയോ, അത് വെച്ചിട്ടാണ് അതിൽ നമുക്ക് എളുപ്പത്തിൽ കിട്ടുന്ന 2 ഇൻഗ്രീഡിയൻസ് ആണ്. അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ഒരുപാട് സമയം വേണ്ട നമുക്ക് ഉണ്ടാക്കാനോ, അല്ലെങ്കിൽ അത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് അതിനും പ്രത്യേകിച്ച് വേറെ എല്ലാ ദിവസവും നമ്മൾ ഉണ്ടാക്കി ഇടുന്ന ഒരു ഇഷ്യൂസും വേണ്ട. ജസ്റ്റ് ഒരു 10-15 മിനിറ്റ് നമ്മളിത് അപ്ലൈ ചെയ്യാനുള്ള സമയം മാത്രമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം അതാണ് ഞാൻ ഉണ്ടാക്കി. പക്ഷേ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടുള്ള ഫേസ് പാക്കിൽ നിന്നും ഒക്കെ കിട്ടുന്നതിനേക്കാളും ഭയങ്കര ബെറ്റർ ആയിട്ടുള്ള റിസൾട്ടായിരുന്നു ഈ ഒരു ഫേസ് പാക്കിന് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒരു വീഡിയോ ആയിട്ട് ഇത് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത്. കാരണം വിസിബിൾ ആയിട്ടുള്ള ഒരു റിസൾട്ട്. ഞാനിപ്പോൾ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഒരു 2-3 ദിവസമേ ആയിട്ടുള്ളൂ. പക്ഷേ നോർമൽ നമ്മൾ ഫേസ് പാക്ക് ഉപയോഗിക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില ഫേസ് പാക്കുകളൊക്കെ ഭയങ്കര ഇതായിട്ടുള്ള ഫേസ് പാക്കാന്ന് പറഞ്ഞാലും എൻ്റെ സ്കിന്നിൽ ഉപയോഗിക്കുമ്പോൾ എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, നമ്മളത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഗ്ലോ തരും. ഇച്ചിരി കഴിയുമ്പോൾ അത് വീണ്ടും സ്കിന്ന് നോർമൽ ഡള്ളോ. അങ്ങനെ ഒരുപാട് നാൾ ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും ചെറിയൊരു ചേഞ്ചസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാറ്. പക്ഷേ ഈ ഒരു ഫേസ് പാക്ക് ഞാൻ ഉപയോഗിച്ചു. അതുകൊണ്ടാണ് ഞാനൊരു 3-4 ദിവസമായിട്ട് വീഡിയോ ഇടാഞ്ഞത്. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ അതിൻ്റെ റിസൾട്ടിൽ ഞാൻ ഫസ്റ്റ് ഡേ തന്നെ വീഡിയോ ഇടേണ്ടതായിരുന്നു. പക്ഷെ ഞാനത് ആ ഒരു ഗ്ലോ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ, ഐ മീൻ ആ ഒരു ഗ്ലോ അതുപോലെ തന്നെ നിൽക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു 3-4 ദിവസം ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ നമുക്ക് സ്കിന്ന് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അപ്പം ഇപ്പം ഞാൻ ആ ഒരു റിസൾട്ട് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം എൻ്റെ കയ്യിൽ ആ ഒരു പ്രോഡക്റ്റ്, അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേച്ചീൻ്റെ ചാനലിൽ തന്നെ നിങ്ങൾക്ക് നോക്കാം. അതിൻ്റെ റിസൾട്ട് എന്നുള്ള രീതിയിൽ മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം ഇത് വേറെ ഒന്നുമില്ല, നമ്മൾ ജസ്റ്റ് പാലിൽ നമ്മുടെ റാഗി പൗഡറും അതുപോലെ റൈസ് ഫ്ലോറും ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുക്കത്തില്ലേ, നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ കുറുക്കുണ്ടാകുന്ന പോലെ നമ്മൾ കുറുക്കിയെടുക്കുമല്ലോ, അങ്ങനെ ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുത്തിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാം. ഒരു 1 വീക്കൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. കാരണം എനിക്ക് എല്ലാ ദിവസവും ഉണ്ടാക്കാനുള്ള സമയം ഇല്ലാത്തത് കൊണ്ട്. ഉണ്ടാക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഐ തിങ്ക് ദാറ്റ്സ് ബെറ്റർ. അപ്പം അങ്ങനെ ഉപയോഗിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ട് അതാണ് ഞാനിപ്പോൾ ഫേസിൽ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പം എൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ഞാനിതിപ്പോൾ അപ്ലൈ ചെയ്യാൻ പോകുന്നു കേട്ടോ. അപ്പം ഞാൻ ഉണ്ടാക്കിയപ്പോൾ ചെറിയൊരു പ്രശ്നം പറ്റി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലെടുത്തപ്പോൾ ഇച്ചിരി കുറഞ്ഞു പോയി. സോ ഞാനത് പൊടി ഇട്ടപ്പോഴേക്കും ചെറിയ രീതിയിലൊന്ന് കട്ട പിടിച്ച് വന്നിട്ടുണ്ട്. ശരിക്കും നമ്മൾ നല്ല രീതിയിൽ കറക്റ്റ് അളവിൽ പാലെടുത്തിട്ടാണ്, ഫസ്റ്റ് ടൈം ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ, കറക്റ്റ് അളവിലാണ് പാലെടുത്തിട്ട് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നല്ലൊരു കൺസിസ്റ്റൻസിയിൽ നമുക്കത് കിട്ടും. കറക്റ്റ് ആ ഒരു കുറുക്കിൻ്റെ പരുവത്തിൽ തന്നെ നമുക്കത് കിട്ടും. അപ്പോൾ ഇപ്പം ഞാൻ എടുത്തപ്പം ചെറിയ രീതിയിൽ കട്ട കെട്ടിയിട്ട് പോയിട്ടുണ്ട്. പക്ഷെ എന്നാലും റിസൾട്ട് വാസ് സൂപ്പർ. എന്താ പറയുക, അത്രയും ഇതായിട്ടുള്ള റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. സോ ഞാനിത് കണ്ടിന്യൂസ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇപ്പം ഞാനിത് അപ്ലൈ ചെയ്തിട്ടുള്ള റിസൾട്ട് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് വേണ്ടി ഞാൻ ലിപ്സ്റ്റിക് ഒന്ന് റിമൂവ് ചെയ്യാം. കാരണം നമ്മൾ ഏതൊരു ഫേസ് പാക്ക് ഇടുമ്പോഴും നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട് ലിപ്സ്റ്റിക് ഇട്ടിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നു. പക്ഷേ അതിലെനിക്ക് തോന്നുന്നു നമുക്ക് അത്രയും വിസിബിളായിട്ട് ആ റിസൾട്ട് കാണാൻ പറ്റത്തില്ല. കാരണം ലിപ്സ്റ്റിക് ഇടുമ്പോൾ നമുക്ക് നമ്മുടെ ഇതിന് സ്യൂട്ടായിട്ടുള്ള ലിപ്സ്റ്റിക്ക്, നമ്മുടെ ഫേസിന് സ്യൂട്ടായിട്ടുള്ള ലിപ്സ്റ്റിക്കൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 1-2 ഷെയ്ഡൊക്കെ നമുക്ക് നമ്മുടെ ഫേസിൽ കൂടുതലായിട്ട് തോന്നും. സോ അതുകൊണ്ട് തന്നെ അതിൻ്റെ റിസൾട്ട് നമുക്ക് അത്ര പെട്ടെന്ന് മനസ്സിലാവത്തില്ല. അപ്പോൾ ഇപ്പം ഞാൻ ലിപ്സ്റ്റിക്കൊക്കെ റിമൂവ് ചെയ്തിട്ട് ബിഫോർ ആൻഡ് ആഫ്റ്റർ കാണിക്കുക. അപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടെ വിസിബിളായിട്ട് ആ റിസൾട്ട് നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ,
ഓക്കെ, അപ്പോൾ ഞാൻ ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് അപ്ലൈ ചെയ്യാം കേട്ടോ. നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം. ഞാൻ പറഞ്ഞത് ഞാൻ ഉണ്ടാക്കിയതിൻ്റെ ആ ഒരു ഇഷ്യൂവിൽ ചെറിയ രീതിയിൽ അവിടെ ഇവിടെയൊക്കെ ഇതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഒന്ന് മാനേജ് ചെയ്യണം. ഞാനത് അതുപോലെ തന്നെ കളയാൻ വയ്യ എന്നതുകൊണ്ട് വീണ്ടും ഉണ്ടാക്കാനൊന്നും വയ്യ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ആവശ്യത്തിന് പാലെടുത്തിട്ട് അതൊന്നും ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇഷ്യൂ വരത്തില്ല നമുക്ക്. പിന്നെ പാൽ അലർജി ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നോർമൽ വാട്ടറിലും യൂസ് ചെയ്യാം കേട്ടോ. കാരണം ചില ആൾക്കാർക്ക് പാൽ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേസിൽ പിമ്പിൾസ് വരുന്ന ഇഷ്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് നോർമൽ വാട്ടറിൽ, കാരണം നമ്മുടെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ഈ അരിപ്പൊടിയും റാഗിയും ആണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതില്ലാതെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, പാൽ ഒഴിവാക്കിയിട്ട് വാട്ടറിലൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ 2 ദിവസം രണ്ട് രീതിയിൽ ഞാനിത് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒന്ന് ഞാൻ ജസ്റ്റ് ഒരു ലെയറായിട്ട് ഞാൻ വെറുതെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറച്ച് കട്ടിയിൽ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ കുറച്ചും കൂടെ എനിക്ക് പെട്ടെന്നൊരു ഗ്ലോ കൂടുതലായിട്ട് തോന്നുന്നത് നമ്മൾ ഇച്ചിരി കുറച്ച് കൂടുതലായിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോഴാണ് കേട്ടോ. അപ്പം ചേച്ചി അതിനകത്ത് പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഫേസ് വാഷായിട്ടും യൂസ് ചെയ്യാം, അതല്ല പാക്കായിട്ട് വേണമെങ്കിൽ പാക്കായിട്ട് യൂസ് ചെയ്യാമെന്നാണ്. പക്ഷേ ഫേസ് പാക്കായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആ ഒരു ഒരുപാട് നാൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വ്യത്യാസം ഉണ്ടാവുമായിരിക്കും. പക്ഷേ പാക്കായിട്ട് നമ്മൾ കുറച്ച് നേരം അത് മുഖത്ത് ഇതാവാൻ വെക്കുന്നതിൻ്റെ അത്രയൊന്നും ഒരിത് നമുക്ക് ഫേസ് വാഷിൽ കിട്ടുന്നില്ല. ഫേസ് പാക്കായിരിക്കും കുറച്ചുകൂടെ ബെറ്ററായിട്ട് നമുക്ക് പെട്ടെന്ന്. ഇപ്പം ഓണം സ്പെഷ്യലൊക്കെ ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ, ഓണത്തിനേക്ക് വേണ്ടിയായിരിക്കും എല്ലാവരും ചെയ്യുന്നത്. അപ്പം അതൊക്കെ കിട്ടണമെങ്കിൽ ഫേസ് പാക്കായിട്ട് തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പം ഫേസിൽ ഏകദേശം അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊരു 15 മിനിറ്റ് വെക്കണമെന്നില്ല. ചില സമയത്ത് ഇപ്പം നമ്മൾ ഞാൻ ഫസ്റ്റ് ഡേ ഇട്ട് കഴിഞ്ഞപ്പം പെട്ടെന്ന് എനിക്ക് ഡ്രൈ ആയതുപോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫേസിൽ ഒരു 6-7 മിനിറ്റിൽ തന്നെ ഡ്രൈ ആയതുപോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സെക്കൻഡ് ഡേ മുതൽ കുഴപ്പമില്ല, ഒരു 10-15 മിനിറ്റൊക്കെ ഇരിക്കുന്നുണ്ട് ഫേസിൽ. എന്നിട്ടാണ് അത് ഡ്രൈ ആവുന്നത്. സോ അത്രയും നേരം നമുക്ക് എപ്പോഴാണോ ഡ്രൈ ആവുന്നത് ഒരുപാട് വലിയാൻ വെക്കരുത് നമ്മുടെ ഫേസിലേക്ക്. കാരണം അത് വീണ്ടും നമ്മുടെ റിങ്കിൾസും കാര്യങ്ങളൊക്കെ വരാനുള്ള ഒരു ഇതായിരിക്കും. സോ അതുകൊണ്ട് ഒരുപാട് നേരം വെക്കരുത്. ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയി എന്ന് തോന്നുമ്പോൾ അപ്പം തന്നെ വാഷ് ചെയ്യാം. അപ്പോൾ ഞാൻ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ ഫേസൊക്കെ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മുടെ സ്കിന്നിൽ എത്രമാത്രം റിസൾട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെന്നുള്ളത്. ഞാൻ ഇടുന്നതിന് മുന്നേ ഉള്ള ആ ഒരു ഫേസും ഇതും നിങ്ങൾ കമ്പയർ ചെയ്തിട്ട് നോക്കുക. അപ്പോൾ നമ്മൾ പറയുന്നത് ഒരുപാട് വലിയൊരു റിസൾട്ട് നമുക്ക് കിട്ടുമെന്നൊന്നും അല്ല പറയണേ. പക്ഷേ നമ്മുടെ ഷെയ്ഡ് നമ്മൾ ഫേസ് പാക്ക് നമ്മൾ ഓരോ ദിവസവും അപ്ലൈ ചെയ്ത് വാഷ് ചെയ്യുമ്പോൾ ഉള്ള റിസൾട്ടിനനുസരിച്ച് നമുക്ക് മനസ്സിലാവും നമ്മുടെ ആ ഒരു സ്കിന്നിൻ്റെ ആ ഒരു ഫെയർനെസ് കൂടിക്കൂടി വരുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഒറ്റ ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് ഫെയർ ആവാൻ പറ്റും എന്നല്ല. പക്ഷേ ആ ഒരു ഡൾനെസ് മാറി നമ്മുടെ നോർമൽ സ്കിന്നിലേക്ക് പിന്നെ അതൊന്ന് ഇമ്പ്രൂവ് ആയി 1-2 ഷെയ്ഡ് നമുക്ക് ഇമ്പ്രൂവ് ആവുന്നത് നമുക്ക് കറക്റ്റായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ തന്നെ ആ റിസൾട്ട് പിറ്റേ ദിവസത്തേക്കും നമുക്കത് ഇൻസ്റ്റൻറ്റ് ഗ്ലോ അല്ലാതെ തന്നെ പിറ്റേ ദിവസത്തേക്കും ആ ഒരു റിസൾട്ട് നമ്മുടെ ഫേസിൽ ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. സോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് പറയാം.